സാരി ഉടുക്കുന്നത് ഉടുപ്പിച്ച് കൊടുക്കുന്നത് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് സാരി ഉടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ എറണാകുളം പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിന്ന് എൻ്റെ കബോർഡിൽ എടുക്കാതെ വെച്ചിരുന്ന ഒരു കോഫി ബ്രൗൺ കളറിലെ സാരി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലിനൻ മെറ്റീരിയലിലെ സാരിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണ്, സ്ലീവ്ലെസ് ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഗോൾഡൻ കളറിൽ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കമ്മലാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഗോൾഡൻ കളർ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബാങ്കിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ബാങ്കിൾ വാങ്ങിച്ചത്. ഇതാണ് ഗേസ്, ഹാഫ് സിൽവറും ഹാഫ് ഗോൾഡും വരുന്ന ടൈപ്പിലുള്ള ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്തിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബാങ്കിളാണ്. ബാങ്കിൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇപ്പുറത്തെ കയ്യിലാണെങ്കിൽ ഞാനൊരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൽ മോതിരം ഇട്ടിട്ടുണ്ട്. പിന്നെ വാച്ചും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് ഏകദേശം പരിപാടി കഴിഞ്ഞു. പിന്നെ ഫേസ് എല്ലാം ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കുന്നത്. ബേസിക് സ്കിൻ കെയറും ചെയ്തു. പിന്നെ ഒന്ന് കണ്ണെഴുതി പൊട്ട് വെച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്ര ചെയ്തിട്ടുള്ളൂ. മുടി ഞാൻ ഇതുപോലെ ടൈ ചെയ്താൽ കെട്ടുന്നത്. പിന്നെ ഒരു ഹീൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഷൂ ടൈപ്പിൽ വരുന്ന ഹീൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഞാനൊരു ലെതറിൻ്റെ ബാഗും കൂടി അതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സാരി ഉടുത്തപ്പോൾ ഞാൻ വണ്ണം കൂടുതൽ തോന്നുന്നു കുറവ് തോന്നുന്നു ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോട്ടെ ഗൈസ്. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.